നമുക്കേ ബീഫ് കിട്ടി. അപ്പം ഇന്ന് ബീഫ് കറിയും വെച്ച് ചീനി കൂട്ടാനും വെച്ച് കഴിക്കാം. ഓക്കെ, നമുക്കത് കുക്കറിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം. അതിന് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതും കൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഇളക്കി ഞാവിടി കൊച്ചുള്ളി, സവാള എല്ലാം ഉണ്ടേ. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. ഇട്ടാക്കി വേവിച്ചെടുക്കാം. റെഡിയായേ. കിഴങ്ങ് റെഡിയായ? കിഴങ്ങ് അരിയാൻ പോണു. ഇത് മുമ്പേ റെഡിയാക്കി വെച്ചിട്ട് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാവും. കൊള്ളാം. ഇനി കിഴങ്ങ് വയ്ക്കാം. ഇനി കിഴങ്ങ് കൂടെ വയ്ക്കാം. കിഴങ്ങേ ലൂസാവുന്നില്ല. പാറക്കല്ലും തോറ്റു നോക്കിയാൽ ഭയങ്കര കട്ടിയായിപ്പോയി. കിഴങ്ങ് റെഡിയായി. ചോറിഞ്ഞ ഇനി തണുക്കുമ്പോഴേ ഇത് കൂടെ കട്ടിയാവുമായിരിക്കും. ചോറിഞ്ഞ ചോറ് കഴിക്കാം. ഇത് ഇളവാൻ വലിയ പാട്. ബീഫ് വയ്ക്കട്ടാ? ഇതിന്റെ പുറത്ത് വയ്ക്കേ. ഇനി ഞാൻ്റെ ഇതിരിപ്പുണ്ട് സലാഡ്. കൊണ്ടുപോയി കഴിക്കാം. സലാഡ് കൊണ്ടുപോവാം. അപ്പം നമ്മൾ കഴിക്കാൻ പോണ് ബീഫ് കറിയും ചീനിയും ചോറും സലാഡും. ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ. അപ്പം ഓക്കെ, ബൈ.